അർദ്ധരാത്രിയിലും അർക്കൻ അസ്തമിക്കാത്ത ഭൂമിയിലെ സ്വർഗം. നോർവേ യാത്രയുടെ ഒന്നാം ഭാഗത്തിൽ നഗരക്കാഴ്ചകളിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, ഫ്യോർഡുകൾ, അർദ്ധരാത്രിയിലെ സൂര്യൻ, ധ്രുവ ദീപ്തി തുടങ്ങിയവയ്ക്ക് പേര് കേട്ട സ്കാൻഡിനേവിയൻ പെനിൻസുലയിലെ ഒരു നോർഡിക് രാജ്യമാണ് നോർവേ. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഇവിടെ സാധാരണമാണ്. ഓസ്ലോ നഗരക്കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പോയത് ഗീലോ എന്ന മഞ്ഞുമൂടിയ മലകൾ നിറഞ്ഞ പ്രദേശത്തേക്കാണ്. ഹാലിംഗ്ഡാൽ താഴ്വരയിൽ ഓസ്ലോയ്ക്കും ബെർഗനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ നോർവീജിയൻ പർവ്വത ഗ്രാമവും ഈ റിസോർട്ട് പട്ടണവുമാണ് ഗീലോ. ശൈത്യകാല കായിക വിനോദങ്ങൾ, വേനൽക്കാല ഹൈക്കിംഗ്, ഔട്ട്ഡോർ സാഹസികതകൾ എന്നിവയ്ക്കുള്ള ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാണിത്. നോർവേയിലെ സ്കീയിങ്ങിന്റെ ജന്മസ്ഥലം എന്നാണ് ഗീലോ അറിയപ്പെടുന്നത്. ട്രെയിൻ മാർഗമാണെങ്കിൽ ഗീലോ സ്റ്റേഷനിൽ നേരിട്ട് നിർത്തുന്ന മനോഹരമായ ബെർഗൻ ലൈൻ വഴി ഇവിടെ എത്തിച്ചേരാം. റോഡ് മാർഗം ഓസ്ലോയിൽ നിന്നോ ബെർഗനിൽ നിന്നോ RV7 അല്ലെങ്കിൽ E16 ഹൈവേകളിലൂടെ 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താം. ഞങ്ങളുടെ ഹോട്ടൽ അങ്ങനെയുള്ള സ്കീയിങ് നടത്തുന്ന ആ മഞ്ഞു പുതച്ച മലനിരകളോട് ചേർന്നുള്ളതായിരുന്നു. മുറ്റം വരെ വലിയ കനത്തിൽ മഞ്ഞ് കട്ടിയായി കിടക്കുന്ന രസകരമായ അനുഭവമായിരുന്നു അവിടെ. മുറിയിൽ നിന്ന് നോക്കിയാൽ മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ. കേബിൾ വഴി മലമുകളിലേക്ക് പോവുകയും അതിനുശേഷം സ്കീയിങ് നടത്തി താഴെ വരെ എത്തുകയും ചെയ്യുന്ന രസകരമായ ആ വിനോദം വെറുതെ കണ്ടിരിക്കുന്നത് പോലും ആനന്ദകരമായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നവരുടെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഗീലോയിലേക്കുള്ള യാത്രയിൽ ഫ്ലാ കഴിഞ്ഞതോടുകൂടി മഞ്ഞു പെയ്യുന്ന പ്രദേശങ്ങളിലൂടെയായി ഞങ്ങളുടെ യാത്ര. അത് സത്യത്തിൽ വളരെ ത്രസിപ്പിക്കുന്ന അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. ഇത്രയും മഞ്ഞു നിറഞ്ഞ മലകൾക്കിടയിൽ താമസിക്കാൻ കഴിഞ്ഞത് തികച്ചും അവിസ്മരണീയമായ അനുഭൂതിയാണ്. മനോഹരമായ മലകളും പുഴകളും പ്രകൃതി ഭംഗിയും എല്ലാം ഒത്തിണങ്ങിയ നാട്. ആ യാത്രയിൽ ഞാൻ ചിന്തിച്ചത് പാതിരാത്രിയായാലും നോർവേയിൽ എന്താണ് സൂര്യൻ അസ്തമിക്കാത്തതെന്നാണ്. അവിടെ നേരിട്ട് കണ്ടപ്പോൾ സംഗതി എനിക്ക് മനസ്സിലായി. സൂര്യന് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കണ്ടിട്ട് മതി വരുന്നില്ല. കണ്ടാലും മതിവരാത്ത മലനിരകളും താഴ്വാരങ്ങളും കടലിടുക്കുകളും ഒക്കെയായി ഭൗമ സൗന്ദര്യത്തിന്റെ അവസാന വാക്കാണ് നോർവേ. ആ ചന്തം കണ്ടു തീരാത്തത് കൊണ്ടാണ് സൂര്യൻ അവിടെ അസ്തമിക്കാതെ മിഴിച്ചു നിൽക്കുന്നത്. അത് കഥ. ഇനി കാര്യം പറയാം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ 23.44 ഡിഗ്രി ചരിവ് മൂലമാണ് നോർവേ ഉൾപ്പെടെ ആർട്ടിക് സർക്കിളിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് 24 മണിക്കൂർ പകൽ വെളിച്ചം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളം സൂര്യനിലേക്ക് ചരിഞ്ഞിരിക്കുന്നതിനാൽ ഭൂമി കറങ്ങുമ്പോഴും ആർട്ടിക് സർക്കിളിന് വടക്കുള്ള ഭാഗങ്ങൾ സൂര്യപ്രകാശത്തിൽ തന്നെ തുടരും. അങ്ങനെ നോർവേയിലെ മിക്ക ഭൂപ്രദേശങ്ങളിലും മെയ് അവസാനം മുതൽ ജൂലൈ അവസാനം വരെ അർദ്ധരാത്രി സൂര്യൻ അനുഭവപ്പെടുന്നു. ചക്രവാളത്തിന് താഴെ മറയുന്നതിന് പകരം സൂര്യൻ അർദ്ധരാത്രിയിൽ ആകാശത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തേക്ക് താഴുകയും തുടർന്ന് ഉദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നോർവേ കൂടാതെ സ്വീഡൻ, ഫിൻലാൻഡ്, റഷ്യ, അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ് എന്നിവിടങ്ങളിലും ഈ പ്രതിഭാസം ദൃശ്യമാണ്. എന്നാൽ ഇതിനു വിപരീതമായി മഞ്ഞുകാലത്ത് നോർവേയിലെ പല പ്രദേശങ്ങളിലും സൂര്യൻ ആഴ്ചകളോളം ചക്രവാളത്തിന് മുകളിൽ ഉദിക്കാത്ത പ്രശ്നവും ഉണ്ട്. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഗീലോയിൽ നിന്ന് ഫ്ലാമിലേക്ക് യാത്ര തിരിച്ചു. ഫ്ലാമിലേക്കുള്ള പാത പോകുന്നത് ഒട്ര നദിയുടെ തീരത്തുകൂടിയാണ്. ഹാവറ്റ് എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും നദി ഉറഞ്ഞ് മഞ്ഞായി മാറിയിരിക്കുന്നു. ആ മഞ്ഞുപാളികൾക്കടിയിലൂടെ ജലം പ്രവഹിക്കുന്നുണ്ടാവാം. അങ്ങനെ പിന്നെ അങ്ങോട്ട് വിശാലമായ മഞ്ഞ് തടാകങ്ങൾ മാത്രമായി. നോക്കത്താ ദൂരത്തോളം മഞ്ഞ്.
മലമുകളിലും റോഡിലും താഴ്വാരങ്ങളിലുമെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്ഭുത ലോകം. ഇടയ്ക്കിടെ മലകളുടെ ചുവട്ടിലെത്തുമ്പോൾ കിലോമീറ്ററുകളോളം നീളത്തിൽ തുരങ്കങ്ങൾ. ചില തുരങ്കങ്ങളിൽ ഷട്ടർ വച്ചടച്ചിരിക്കുന്നു. വണ്ടി എത്തുമ്പോൾ മാത്രം അവ ഓട്ടോമാറ്റിക്കായി തുറന്നു വരും. കഠിനമായ ശൈത്യകാലത്ത് തുരങ്കത്തിലേക്ക് ചോർന്നൊലിക്കുന്ന വെള്ളം തുരങ്കത്തിനുള്ളിൽ തന്നെ ഉറഞ്ഞ് മഞ്ഞടിയുന്നത് തടയാനാണ് ഷട്ടറുകൾ വച്ചിരിക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ മഞ്ഞുപാളികൾ രൂപപ്പെട്ടാൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കും. തുരങ്കങ്ങൾക്കകത്ത് മഞ്ഞ് രൂപപ്പെട്ടാൽ പുറത്തേക്ക് മാറ്റുക എന്നതും ശ്രമകരമായ ജോലിയാണ്. യാത്ര തന്നെ മുടങ്ങാനും സാധ്യതയുണ്ട്. വേനൽക്കാലം എത്തുമ്പോൾ ഷട്ടർ പൂർണ്ണമായും തുറന്നിരിക്കും. വെളുത്ത ഭൂമിക്ക് ഒരു കറുത്ത അരഞ്ഞാണം പോലെ റോഡ് അങ്ങനെ ചുറ്റി വിളഞ്ഞു കിടക്കുന്നു. ഈ കൊടും തണുപ്പിലും ഇടയ്ക്കിടെ ചില വീടുകൾ നമുക്ക് കാണാം. അധികവും റിസോർട്ടുകളാണ്. മഞ്ഞ് കോരിക്കളയാനുള്ള JCBകളും മറ്റും ഇടയ്ക്കിടെ റോഡിന്റെ വശങ്ങളിലുണ്ട്. മഞ്ഞ് വീഴ്ച എവിടെയും എപ്പോഴും ഉണ്ടാകാമല്ലോ. ചില തുരങ്കങ്ങൾ പോലെ ഏതാണ്ട് 180 ഡിഗ്രി വളഞ്ഞു പോകുന്നതും കാണാം. മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമ്മെ സ്വാഗതം ചെയ്യും. ചെറു ചെറു വെള്ളച്ചാട്ടങ്ങളും ഹരിതാഭമായ ഗ്രാമങ്ങളും ജലാശയങ്ങളും മലനിരകളും അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് എവിടെയും. അങ്ങ് അകലെയുള്ള മലകൾ വെളുത്ത തൊപ്പി ധരിച്ചിട്ടുണ്ട്. ഈ പ്രദേശമാണ് ഔർലാൻഡ്. ഞങ്ങൾ പോകുന്നത് ഫ്ലാം എന്ന തിരക്കേറിയ വിനോദ കേന്ദ്രത്തിലേക്കാണെങ്കിലും ഫ്ലാമിനേക്കാൾ കുറച്ചുകൂടി ശാന്തമായ ഗ്രാമത്തിൽ ആഴമേറിയ ഫ്യോർഡുകളും മനോഹരമായ പർവ്വത ശിഖരങ്ങളും വീടുകളുമൊക്കെയുള്ള സ്ഥലമാണ് താല്പര്യമെങ്കിൽ ഔർലാൻഡ് ഒരു നല്ല ബദലാണ്. തെക്കു പടിഞ്ഞാറൻ നോർവേയിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഫ്ലാം. ഉച്ചയോടടുത്ത് ഞങ്ങൾ ഫ്ലാമിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ ഇരുന്ന് കഴിക്കുന്ന രീതിയിൽ ഭക്ഷണം പാഴ്സലായി വാങ്ങി അതും കൊണ്ടാണ് ട്രെയിനിൽ കയറിയത്. അവിടുത്തെ ഓരോ കാഴ്ചയും മനോഹരമായിരുന്നു. ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും സുന്ദരമായ ദൃശ്യങ്ങൾ മാത്രം. വിസ്മയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, ഇരമ്പുന്ന വെള്ളച്ചാട്ടങ്ങൾ, മനോഹരമായ മഞ്ഞണിഞ്ഞ മലനിരകളിലേക്ക് കയറിപ്പോകുന്ന ഫ്ലാം റെയിൽവേ തുടങ്ങി ഹൈക്കിംഗ്, ഫ്യോർഡ് ക്രൂയിസുകൾ. ഇങ്ങനെ വിനോദത്തിന്റെ അവസാന വാക്കാണ് ഫ്ലാം. ഫ്ലാം റെയിൽവേ ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേകളിൽ ഒന്നാണ്. ഫ്ലാമിൽ നിന്ന് മിർഡാൽ പർവ്വത സ്റ്റേഷനിലേക്ക് 864 മീറ്റർ ഉയരത്തിൽ കയറുന്ന ഈ ട്രെയിൻ ആഴത്തിലുള്ള മലയിടുക്കുകളുടെയും ഹിമപർവ്വത ശിഖരങ്ങളുടെയും ഹൃദയഹാരിയായ തടാകങ്ങളുടെയും ഇളക്കിമറിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെയും മറക്കാനാവാത്ത മഞ്ഞുമഴയുടെ അനുഭവങ്ങളുടെയും വിസ്മയകരമായ കാഴ്ചകളാണ് നൽകിയത്. ട്രെയിൻ മലമുകളിലേക്ക് കയറുന്നതോടൊപ്പം മനോഹരമായ പുതിയ പുതിയ കാഴ്ചകളും വന്നുകൊണ്ടിരുന്നു. കണ്ണിൽ കുത്തുന്ന ഒരു കെട്ടിടവും നമുക്ക് അവിടെ കാണാനാവില്ല. പ്രകൃതിയോടിണങ്ങുന്ന മനോഹര നിർമ്മിതികൾ. അവിടെ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ അധികവും കറുപ്പ് നിറമാണ്. അവിടെ വളരെ കുറച്ചു മാത്രം കിട്ടുന്ന വെയിലിൽ നിന്ന് പെട്ടെന്ന് ചൂട് ആഗിരണം ചെയ്യുന്നതിനാണ് കറുപ്പ് നിറത്തിലുള്ള മേൽക്കൂര അവർ നിർമ്മിക്കുന്നത്. റെയിൽപാളത്തിന് സമാന്തരമായി തന്നെ മലമുകളിലേക്ക് റോഡും പോകുന്നുണ്ട്. അരുവികൾ ഒഴുകുന്നതിൻ്റെ വശങ്ങളിലൂടെയും ഇടയ്ക്കിടെ പാലങ്ങളിലൂടെ അതിന് കുറുകയും ചുറ്റുവളഞ്ഞാണ് റോഡ് പോകുന്നത്. ഫ്ലാമിൽ നിന്ന് റോഡ് മാർഗം മിർദാൽ വരെ പോകുന്നതിന് 17 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ റെയിൽ പാതയ്ക്ക് 13 കിലോമീറ്ററേ ഉള്ളൂ. ഒരു വശത്തേക്ക് ട്രെയിൻ പോകുന്നതിന് 53 മിനിറ്റ് എടുക്കും. ഇടയ്ക്ക് ബെറെക്വാം സ്റ്റേഷനിൽ 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. അവിടെ വെച്ച് എതിരെ വരുന്ന ട്രെയിൻ കടന്നു പോകും. അതിനുശേഷം ഷോസ്വാസൻ സ്റ്റേഷനിൽ 225 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയ്ക്ക് 5 മിനിറ്റ് വണ്ടി അവിടെ നിർത്തിയിടും. മഞ്ഞ് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാവാം വെള്ളച്ചാട്ടത്തിനൊരു ശക്തി ഇല്ലായിരുന്നു. വേനൽ കുറച്ചുകൂടെ കടുക്കുമ്പോഴായിരിക്കും വെള്ളച്ചാട്ടത്തിന് ശക്തി കിട്ടുക. വർഷം മുഴുവനും ട്രെയിനുകൾ എല്ലാ ദിവസവും ഓടുന്നുണ്ട്. മഞ്ഞുകാലത്തെ ട്രെയിനിൻ്റെ അവസ്ഥ ഇതാണ്. 1951 നിർമ്മിച്ച ഈ സ്റ്റോപ്പ് യാത്രക്കാർക്ക് മനോഹരമായ ഷോസ്വാസൻ വെള്ളച്ചാട്ടം കണ്ട് തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. വേനൽക്കാലത്ത് മാത്രമേ ഈ സ്റ്റോപ്പ് തുറന്നിരിക്കൂ. നോർവേയിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൽ ഒരു ചെറിയ പവർ സ്റ്റേഷനുണ്ട്. ഇത് ഫ്ലാം ലൈൻ റെയിൽവേക്ക് വൈദ്യുതി നൽകാൻ ഉപയോഗിക്കുന്നു. വേനൽക്കാലത്ത് പ്രധാന ടൂറിസ്റ്റ് സീസണിൽ ഒരു ഐതിഹാസിക ഹൾഡ്ര എന്ന സ്കാൻഡിനേവിയൻ നാടോടി കഥകളിലെ ഒരു മോഹിപ്പിക്കുന്ന നർത്തകി യക്ഷിക്കഥകളിലെ വേഷം ധരിച്ച് ട്രെയിനുകൾ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വന്ന് നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യാറുണ്ടത്രേ.
വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ അവിടെ മലമുകളിലേക്ക് നോക്കിയെങ്കിലും ആ ദിവസം അവിടെ നർത്തകിമാരാരും വന്നില്ല. ഒടുവിൽ മിർദാൽ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ഞങ്ങളെ മഞ്ഞുമഴയാണ് സ്വാഗതം ചെയ്തത്. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. തുടർന്ന് അതേ വഴിയിലൂടെ അതേ ട്രെയിനിൽ തന്നെ ഫ്ലാമിലേക്ക് മടക്കയാത്ര. ഇനി ഫ്ലാമിൽ നിന്ന് തന്നെയാണ് ഫ്യോർഡുകളിലൂടെയുള്ള ഞങ്ങളുടെ ക്രൂയിസ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി.